നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ വ്യാഴാഴ്ചയിൽ വിചിന്തനത്തിനായി സഭ നൽകുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 35 മുതൽ 49 വരെയുള്ള വാക്യങ്ങളാണ്. ലൂക്ക യേശുവിൻ്റെ ഉത്ഥാന സാക്ഷ്യമായി രചിക്കുന്ന 4 സംഭവങ്ങളിൽ മൂന്നാമത്തേതാണിത്. മറ്റ് 3 സംഭവങ്ങൾ ആഴ്ചയുടെ ആദ്യ ദിവസം സുഗന്ധവസ്തുക്കളുമായി യേശുവിൻ്റെ കല്ലറയിലേക്ക് പോയ സ്ത്രീകൾക്ക് ലഭിച്ച ഉത്ഥാനാനുഭവം, ജെറുസലേമിൽ നിന്നും എമ്മാവൂസിലേക്കുള്ള യാത്രാമധ്യേ ക്ലെയോപ്പാസിനും വേറൊരു ശിഷ്യനും ലഭിച്ച അനുഭവം, ബഥാനിയായിൽ വച്ചുള്ള സ്വർഗാരോഹണ അനുഭവം. ഇന്നത്തെ വചനഭാഗത്തെ 2ആയി തിരിക്കാം. 36 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിലെ യേശുവിൻ്റെ പ്രത്യക്ഷപ്പെടലുമായി ബന്ധപ്പെട്ട വിവരണം, 44 മുതൽ 49 വരെ ഉദ്ധിതനായ യേശു നൽകുന്ന അന്തിമോപദേശങ്ങൾ. 1-ാമത്തെ ഭാഗത്തിൽ ഭയം ഗ്രസിച്ച് അവിശ്വസ്തരായ തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ ഉത്ഥാന സത്യം 2 തെളിവുകളിലൂടെ യേശു സാക്ഷ്യപ്പെടുത്തുന്നു. ഒന്നാമത്തേത്, തൻ്റെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുവാൻ അവരെ ക്ഷണിക്കുന്നു. 2-ാമത്തേത്, മറ്റു മനുഷ്യരെ പോലെയാണ് താൻ എന്ന് കാണിക്കുവാൻ അവൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു. ഈ വചനഭാഗം ഇന്ന് വായിക്കുമ്പോൾ നമ്മളോടും ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലുള്ള വിശ്വാസത്തിൽ വളരുവാൻ അവിടുന്ന് ആവശ്യപ്പെടുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ പ്രവർത്തിക്കുന്ന ധാരാളം പ്രത്യയശാസ്ത്രങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അവർ ക്രിസ്തുവിനെ വികലമായി അവതരിപ്പിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവ കാരണം നാം അമ്പരക്കുവാനോ നമ്മിൽ ഭയം ഗ്രസിക്കുവാനോ നാം അവിശ്വസിക്കുവാനോ പാടില്ല. യേശു വചനത്തിലൂടെ നൽകുന്ന തെളിവുകളും സഭയുടെ വിശ്വാസ നിക്ഷേപവും മുറുകെ പിടിച്ച് കൗദാശിക ജീവിതം നയിച്ച് ഉദ്ധിതനിലുള്ള വിശ്വാസത്തിൽ നമുക്ക് ആഴപ്പെടാം. 2-ാം ഭാഗത്തിൽ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ശിഷ്യന്മാരുടെ മനസ്സ് തുറക്കുന്ന യേശുവിനെ കാണാം. താൻ പരസ്യജീവിത കാലഘട്ടത്തിൽ പറഞ്ഞ തൻ്റെ പീഡാനുഭവ പ്രവചനങ്ങളിലേക്കും തൻ്റെ പ്രബോധനങ്ങൾ മുഴുവനിലേക്കും പഴയ നിയമത്തിലേക്കും അവരുടെ ശ്രദ്ധയെ യേശു ക്ഷണിക്കുന്നു. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം ക്രിസ്തുവാണെന്ന സത്യത്തിലേക്കാണ് ഉദ്ധിതൻ്റെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത്. ഇവ കൂടുതൽ ഗ്രഹിക്കുവാൻ പിതാവിൻ്റെ വാഗ്ദാനവും ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയുമായ പരിശുദ്ധാത്മാവിനെ യേശു വാഗ്ദാനം ചെയ്യുന്നു. ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നത് പരിശുദ്ധ കന്യകമറിയം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് യേശുവിന് ജന്മം നൽകുന്ന സംഭവം വിവരിച്ചുകൊണ്ടാണ്. ഈ സുവിശേഷം അവസാനിക്കുന്നതോ യേശുവിൻ്റെ ശിഷ്യന്മാരാകാൻ ആഗ്രഹിക്കുന്നവൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഉദ്ധിതനായ ക്രിസ്തുവിനെ അവൻ്റെ മാനസാന്തരത്തിൻ്റെ വഴികളെ പ്രഘോഷിക്കണമെന്ന് ആഹ്വാനം ചെയ്തതുകൊണ്ടാണ്. ഉദ്ധിതനായ ക്രിസ്തുവിൽ സംശയമന്യേ വിശ്വസിക്കുവാനും അവനിലൂടെ പൂർത്തിയാക്കപ്പെട്ട വിശുദ്ധ ലിഖിതം മനസ്സിലാക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.